ഈ വീഡിയോയിൽ സ്ഥിരമായി നമുക്ക് ആവശ്യം വരുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വാക്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വാക്യങ്ങൾ കേട്ട് ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അല്പം ഗ്രാമറും അറിഞ്ഞിരിക്കാം. ഞാൻ അർച്ചന. ഐ ആം അർച്ചന. ഐ ആം അർച്ചന. ഞാനൊരു അധ്യാപികയാണ്. ഐ ആം എ ടീച്ചർ. I am a teacher. അവൻ ദേവൻ. He is ദേവൻ. He is ദേവൻ. അവനൊരു ഡോക്ടറാണ്. He is a doctor. He is a doctor. അവനൊരു കുട്ടിയാണ്. He is a child. He is a child. അവനൊരു ആൺകുട്ടിയാണ്. He is a boy. He is a boy. ഞാൻ ദിവസവും ചായ കുടിക്കും. I drink tea every day. I drink tea every day. ഞാൻ എന്നും സ്കൂളിൽ പോവും. I go to school daily. I go to school daily. അവൻ എന്നും ജിമ്മിൽ പോകും. He goes to gym daily. He goes to gym daily. ഞാൻ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഉണരും. I wake up at 7 o'clock every morning. I wake up at 7 o'clock every morning. അവൾ എല്ലാ ദിവസവും 5 മണിക്ക് ഉണരും. She wakes up at 5 o'clock every day. She wakes up at 5 o'clock every day. ദിവസവും രാവിലെ ഞാൻ നടക്കാൻ പോകും. I go for a walk every morning. I go for a walk every morning. ദിവസവും രാവിലെ അവൻ നടക്കാൻ പോകും. He goes for a walk every morning. He goes for a walk every morning. രാവിലെ ചായ കുടിക്കാറുണ്ടോ? Do you drink tea in the morning? Do you drink tea in the morning? ഞാൻ രാവിലെ ചായ കുടിക്കാറുണ്ട്. I drink tea in the morning. I drink tea in the morning. ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല. I don't drink tea in the morning. I don't drink tea in the morning. അവൻ രാവിലെ ചായ കുടിക്കാറുണ്ടോ? Does he drink tea in the morning? Does he drink tea in the morning? അവൻ രാവിലെ ചായ കുടിക്കാറുണ്ട്. He drinks tea in the morning. He drinks tea in the morning. അവൻ രാവിലെ ചായ കുടിക്കാറില്ല. He doesn't drink tea in the morning. He doesn't drink tea in the morning. ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജിമ്മിൽ പോകുന്നു. I go to gym every other day. I go to gym every other day. ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു. I come from Kerala. I come from Kerala. അല്ലെങ്കിൽ I am from Kerala. I am from Kerala. ഞങ്ങൾ നടന്നാണ് സ്കൂളിൽ പോകുന്നത്. We go to school on foot. We go to school on foot. നീ രാവിലെ കുളിക്കാറുണ്ടോ? Do you take a shower in the morning? Do you take a shower in the morning? ഞാൻ രാവിലെ കുളിക്കാറുണ്ട്. I take a shower in the morning. I take a shower in the morning. അവൾ രാവിലെ കുളിക്കാറുണ്ട്. She takes a bath in the morning. She takes a bath in the morning. എൻ്റെ അമ്മ ഒരിക്കലും കള്ളം പറയില്ല.
My mother never lies. My mother never lies. എനിക്കെൻ്റെ അയൽക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. I like to talk to my neighbors. I like to talk to my neighbors. അവൻ ഫുട്ബോൾ നന്നായി കളിക്കും. He plays football well. He plays football well. ജോണിന് ഐസ്ക്രീം ഇഷ്ടമാണ്. John likes ice cream. John likes ice cream. സൂര്യൻ കിഴക്കുദിക്കുന്നു. The sun rises in the east. The sun rises in the east. ഭൂമി സൂര്യനെ ചുറ്റുന്നു. The earth revolves around the sun. The earth revolves around the sun. സോ ഇവിടെ പറഞ്ഞ ഈ വാക്യങ്ങളെല്ലാം തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്. സബ്ജക്റ്റ് പ്ലസ് ഡു അല്ലെങ്കിൽ ഡസ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോമാണ് ഇതിനെല്ലാം വരുന്നത്. സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ആൾ, വെർബ് ക്രിയ. സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആരിലാണോ എഫക്റ്റ് ചെയ്യുന്നത് അതാണ് ഒബ്ജക്റ്റ്. കാര്യങ്ങളെ ഏറ്റവും സിമ്പിളായി പറയാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഞാൻ വരുന്നു, അവൾ പോകുന്നു, അവൾ വിളിക്കുന്നു. സോ ഇതിനകത്ത് ഡു ഓർ ഡസ് ഇത് രണ്ടും സഹായക ക്രിയകളാണ്. ഓക്സിലറി വെർബ്സ്. ഈ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായക ക്രിയകൾ ഇംഗ്ലീഷ് ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ്. ശരിക്കും ടെൻസസ് പഠിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓക്സിലറി വെർബുകളെ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന ഉപയോഗിക്കുന്ന രണ്ട് ഓക്സിലറി വെർബേ ഉള്ളൂ, ഡു അല്ലെങ്കിൽ ഡസ്. ഇനി ഈ രണ്ട് ഉദാഹരണങ്ങൾ നോക്ക്. ഷീ ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെ ചായ കുടിക്കും അല്ലെങ്കിൽ അവൾ രാവിലെ ചായ കുടിക്കാറുണ്ട്. ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ്, ഡ്രിങ്ക്സ് കുടിക്കുക എന്നതാണ് വെർബ്. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയതിനാലാണ് വെർബിൻ്റെ അതായത് ക്രിയയുടെ ഒപ്പം എസ് വന്നിരിക്കുന്നത്. അതായത് ഹീ, ഷീ, ഇറ്റ്. ഇവിടെയൊക്കെ കൂടെ ഡസ് എന്ന ഓക്സിലറി വെർബാണ് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. ഹീ ഡ്രിങ്ക്സ്, ഷീ ഡ്രിങ്ക്സ്, ഇറ്റ് ഡ്രിങ്ക്സ് അങ്ങനെയാണ് വരിക. അതായത് ഷീ ഡസ് ഡ്രിങ്ക് എന്ന് നമ്മൾ സാധാരണ സംഭാഷണത്തിൽ എടുത്തു പറയാറില്ല. നമ്മളത് ചുരുക്കി അതായത് ഡസ് പ്ലസ് ഡ്രിങ്ക് രണ്ടുകൂടെ ചേർത്ത് ഡ്രിങ്ക്സ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഡ്രിങ്ക്സ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഷീ ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ്. ഈ സെൻറ്റൻസ് എന്നാൽ ചോദ്യമാക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓക്സിലറി വെർബ് പുറത്തു വരുന്നത്. അവൾ രാവിലെ ചായ കുടിക്കാറുണ്ടോ? ഡസ് ഷീ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? കണ്ടോ, ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ ആ ഓക്സിലറി വെർബിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ ഒന്നിൽ കൂടുതലാണെങ്കിൽ വി, ദേ, ഞങ്ങൾ, അവർ, റീന ആൻഡ് അനു ഇവിടെ രണ്ടു പേരില്ലേ. സോ ഇങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ അതായത് പ്ലൂറൽ വരുമ്പോഴാണ്, ബഹുവചനം വരുമ്പോഴാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത്. റീന ആൻഡ് അനു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. റീനയും അനുവും രാവിലെ ചായ കുടിക്കാറുണ്ട്. അതായത് റീന ആൻഡ് അനു ഡു ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ് എന്നാണ് അവിടെ വരുന്നത്. പക്ഷെ നമ്മൾ ആ ഡു സാധാരണ സംഭാഷണത്തിൽ എടുത്ത് പ്രയോഗിക്കാറില്ല. എന്നാൽ അങ്ങനെ എടുത്തു പറയുന്ന ചില സന്ദർഭങ്ങളുമുണ്ട്. ആ ചെയ്യുന്ന പ്രവൃത്തിയെ, ആ ആക്ഷനെ ഒന്നുകൂടി ഊന്നി പറയാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ ഡു ഉപയോഗിക്കാറുണ്ട്. പ്ലീസ് ഡു വാച്ച്. സോ ഇനി വി ആണെങ്കിൽ എങ്ങനെ വരും? വി ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഞങ്ങൾ രാവിലെ ചായ കുടിക്കാറുണ്ട്. അവർ രാവിലെ ചായ കുടിക്കാറുണ്ട്. ദേ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്.
ഇനി നമ്മൾ ഇതുവരെ ഇവിടെ പറയാത്ത രണ്ട് പേരുടെ കാര്യമുണ്ട്. ഐ ഞാൻ, യു നീ. സോ ഇവർക്ക് രണ്ട് പേർക്കും കുറച്ച് പ്രത്യേകതയുണ്ട്. അവർ ഈ റൂൾസ് ഒന്നും അങ്ങനെ വലുതായിട്ട് ഫോളോ ചെയ്യുന്നില്ല സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. ഇവർ സിംഗുലർ ആണെങ്കിലും, അതായത് ഏകവചനമാണെങ്കിലും, ഇവിടെ അത് പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഡു എന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ രാവിലെ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. നീ രാവിലെ ചായ കുടിക്കാറുണ്ട്. യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. സോ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. സോ ഐ, യു, വി, ദേ, അതുപോലെ തന്നെ പ്ലൂറൽ വരികയാണെങ്കിലും അവയുടെ കൂടെ ഡു ആണ് വരിക. പിന്നെ ഹി, ഷീ, ഇറ്റ് ആൻഡ് സിംഗുലർ ഇവയുടെ കൂടെ ഡസ് ആണ് വരുന്നത്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമുക്ക് എപ്പോഴൊക്കെയാണ് ആവശ്യം വരിക? എപ്പോഴൊക്കെയാണ്? എന്നും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, അതായത് ഹാബിച്വൽ ആക്ഷൻസ്, അതായത് സ്ഥിരമായ ശീലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. പിന്നെ പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് പറയാൻ. ഭൂമി സൂര്യനെ ചുറ്റുന്നു, വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു, സൂര്യൻ കിഴക്കുദിക്കുന്നു. സോ ഇതുപോലെയുള്ള പ്രപഞ്ച സത്യങ്ങളും അതുപോലെ തന്നെ സയൻറ്റിഫിക് ഫാക്ട്സ് ഇവയെല്ലാം പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യമാണ്, അതായത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ഭാവി കാര്യത്തെക്കുറിച്ച് പറയാനും നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. മീറ്റിംഗ് 2 മണിക്ക് ആരംഭിക്കുന്നു. ദ മീറ്റിംഗ് ബിഗിൻസ് അറ്റ് 2 PM. സോ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സോ ഇത് വളരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.